ക്ലാസ് കുട്ടീസ്, ശ്രുതി ടീച്ചറാണ്. എല്ലാവർക്കും സൈലം ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക്, മലയാളം ക്ലാസ്സിലേക്ക്, ശ്രുതി ടീച്ചറിന്റെ ക്ലാസ്സിലേക്ക് സ്നേഹ സ്വാഗതം. അപ്പൊ നമ്മള് പരീക്ഷാക്കാലത്ത് പരീക്ഷാ ചോദ്യങ്ങളൊക്കെ തേടി നടക്കൂലേ. ഇന്ന് ടീച്ചർ വന്നിരിക്കുന്നത് ഒരു പരീക്ഷാ ചോദ്യമായിട്ടാണ്. എന്താണെന്നല്ലേ? ദൃക്സാക്ഷി വിവരണം. ഇവിടെ കാണുന്നുണ്ടോ? ശേഷം മൈക്കിൾ ഫാത്തിമ എന്ന് പറയുന്ന ഈ ഒരു സിനിമയിലല്ലേ കല്യാണി പ്രിയദർശന്റെ ഈ ഒരു കഥാപാത്രം ചെയ്ത ഒരു ഫുട്ബോൾ കളിയുടെ ഒരു ദൃക്സാക്ഷി വിവരണം ഇല്ലായിരുന്നു? ഒരു കമന്ററി പറയുന്ന ആ ഒരു വേഷം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നോ? അത് കാണുമ്പോൾ നിങ്ങൾക്ക് ഇത് ഓർമ്മ വരും എന്നുള്ളത് കൊണ്ടാണ് ടീച്ചർ ഈ ഒരു ചിത്രം ഇവിടെ ചേർത്തത് കേട്ടോ. ദൃക്സാക്ഷി വിവരണം പരീക്ഷയ്ക്ക് മിക്ക പരീക്ഷയിലും ചോദ്യമായിട്ട് വരാറുണ്ട്. അപ്പൊ നോക്കൂ, ഇതാ ഇവിടെ ആവേശകരമായ ഫുട്ബോൾ മത്സരത്തിന് സാക്ഷ്യം വഹിക്കാൻ ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. 5ാം തരം എ ക്ലാസിന്റെ ചാലഞ്ചേഴ്സ് ടീമും, അല്ലേ, നമ്മൾ 5ാം ക്ലാസ്സിലായതുകൊണ്ട് 5ാം ക്ലാസ് തന്നെ ആയിക്കോട്ടെ. 5ാം തരം എ ക്ലാസിന്റെ ചാലഞ്ചേഴ്സ് ടീമും 4 വേണ്ട 5 തന്നെ മതി, ഇല്ല 5 ബി ക്ലാസിന്റെ ബാസ്റ്റേഴ്സ് ടീമും മത്സരത്തിന് തയ്യാറെടുത്തു നിൽക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നമ്മൾ ഏവരും കാത്തിരിക്കുന്ന ആവേശഭരിതമായ ഫുട്ബോൾ കളി തുടക്കമാകുകയാണ്. ഇതാ നോക്കൂ, കളിക്കാരെല്ലാം കളിക്കളത്തിൽ എത്തിക്കഴിഞ്ഞു. ഓരോ ടീമിലും 11 പേർ വീതം ചുണക്കുട്ടികളുമായി നിരന്നു കഴിഞ്ഞു. നോക്കൂ, 2 ടീമിന്റെയും ഗോളികൾ അവരുടെ ഗോൾ പോസ്റ്റിൽ എത്തിയിരിക്കുന്നു. കളിക്കാർക്ക് ആവേശം പകർന്നുകൊണ്ട് കാണികളും നിറഞ്ഞിരിക്കുകയാണ്. കളി ആരംഭിക്കാനുള്ള വിസിൽ ഇതാ മുഴങ്ങിക്കഴിഞ്ഞു. ക്യാപ്റ്റൻ ആകാശ് പന്തുമായി ഗോൾ പോസ്റ്റിനരികിലേക്ക് എത്തിക്കഴിഞ്ഞു. കളിയുടെ ആദ്യ മിനിറ്റിൽ തന്നെ ഒരു ഗോൾ! പ്രേക്ഷകരെ, നിങ്ങൾ ഇത് കാണുക, അല്ലേ? രാജാവിന്റെ വീര്യത്തോടുകൂടി ടീം റോയൽ ചാലഞ്ചേഴ്സിന്റെ ക്യാപ്റ്റൻ ആകാശ് ആയിക്കോട്ടെ കേട്ടോ, രാജുവിനെ മാറ്റി നമ്മള്. റോയൽ ചാലഞ്ചേഴ്സിലെ ക്യാപ്റ്റൻ ആകാശ് കാണികളെ അമ്പരപ്പിക്കുകയാണ്. ആദ്യ കളിയിൽ ആദ്യ ഗോൾ നേടിയ ആകാശിന് കയ്യടികളും ആർപ്പുവിളികളും നിന്ന് മുഴങ്ങുകയാണ്, അല്ലേ? കളി പുരോഗമിക്കുന്നതിനിടയിലും ടീം ബിയുടെ ഗോൾ ശ്രമങ്ങൾ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. മത്സരത്തിന്റെ അവസാന നിമിഷത്തിൽ ആര് ജയിക്കുമെന്ന ആശങ്ക കാണികൾ, അല്ലേ? ആര് ജയിക്കുമെന്ന ആശങ്ക കാണികൾക്കുണ്ടെന്ന് മുഖം പറയുന്നു എന്നും പറഞ്ഞ് നമുക്കിത് സ്റ്റോപ്പ് ചെയ്യാം. ഇതിലെന്താ പറയുന്നത്? ഒരു കളിയില് അവിടെ എന്താണോ നടക്കുന്നത് അത് നമ്മളിങ്ങനെ വിവരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ഇഷ്ടമുള്ളൊരു കളിയെ പറ്റിയാണ് നിങ്ങളോട് എഴുതാൻ പറഞ്ഞാൽ, ഇതാ അവിടെ നോക്കൂ, ആവേശകരമായ ഫുട്ബോൾ മത്സരത്തിന് നമ്മൾ സാക്ഷ്യം പറയുകയാണ് എന്നതിന് പകരം നിങ്ങൾ വടംവലി മത്സരമാണെങ്കിൽ അതിനെ പറ്റി എഴുതണം, അല്ലേ? അപ്പോ ആ കളിയെ പറ്റി നിങ്ങൾക്കൊരു ധാരണ വേണം. ഇപ്പൊ ഫുട്ബോൾ കളിയിൽ ഒരു ടീമിൽ 11 പേരാണ് ഉണ്ടാവുക എന്നറിയുകയാണെങ്കിൽ ഓരോ ടീമിലും 11 പേർ വീതം ചുണക്കുട്ടികളുമായി നിരന്നു കഴിഞ്ഞു എന്നൊക്കെ നമുക്ക് ഡയലോഗ് അടിക്കാം, അല്ലേ? അങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത്? ദൃക്സാക്ഷി വിവരണം എഴുതേണ്ടത്. അപ്പോൾ ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ള മറ്റൊരു സർപ്രൈസ് ആണ്. നമ്മുടെ ഓണം ഓഫറൊക്കെ ആയിട്ട്, അല്ലെ, ഓണമൊക്കെ ആയിട്ട് ഒരു വമ്പൻ ഓഫർ നിങ്ങൾക്ക് മുന്നിലേക്ക് സൈലം വെച്ച് നീട്ടുകയാണ്. എന്താണ്? നമ്മുടെ പൃഥ്വി ബാച്ച്, അല്ലെ, 5ാം ക്ലാസ്സിലെ ബാച്ച് പൃഥ്വി ബാച്ച് ആണ്. അതിന് ഇത്രയും നാള് അതിന്റെ ഫീ എന്ന് പറയുന്നത് 1999 രൂപയായിരുന്നു. എപ്പോഴത്തേക്ക്? പെർ ഇയർ, അല്ലേ? ഒരു വർഷത്തേക്ക് ഈ ഒരു എമൗണ്ട് ആയിരുന്നു, ഒരു വർഷത്തെ. എന്നാൽ അതിന്റെ 20%, അല്ലേ, നിങ്ങൾക്ക് കുറവ് കിട്ടിക്കൊണ്ടല്ലേ, അതിന്റെ 20% ഓഫറിൽ നിങ്ങൾക്ക് ഈ ഒരു ബാച്ച് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ പ്ലേ സ്റ്റോറിൽ പോയിട്ടോ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ പോയിട്ടോ നിങ്ങൾക്ക് ഡയറക്റ്റ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ഈ ഒരു കൂപ്പൺ കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ഓഫറിൽ
ജോയിൻ ചെയ്യാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇതാ ഈ ഒരു നമ്പറിൽ വിളിച്ചാലും മതി. നിങ്ങൾക്ക് അതിൻ്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ വിശദമായിട്ട് എല്ലാം പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ബാച്ചിൽ നിങ്ങൾ അഡ്മിഷൻ എടുത്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് അഡ്മിഷൻ എടുക്കുക എന്നും കൂടി ടീച്ചർ പറയുകയാണ്. മാത്രമല്ല നമ്മുടെ ഇനിയുള്ള ലൈവ് ക്ലാസ്സുകളൊക്കെ കിട്ടാൻ വേണ്ടി വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യണം. നമ്മുടെ ലൈവ് മാരത്തോണൊക്കെ നിങ്ങൾ കാണണം കേട്ടോ. എല്ലാം കണ്ടെങ്കിൽ മാത്രമാണ് പരീക്ഷയ്ക്ക് തകർത്ത് എഴുതാൻ പറ്റുള്ളൂ എന്ന് ടീച്ചർ പറയാണ്. അപ്പോൾ സ്നേഹത്തോടെ ശ്രുതി ടീച്ചർ ഇപ്പോൾ വിട പറയുകയാണ്. മറ്റൊരു ക്ലാസ്സിൽ കാണാം. അതുപോലെ ലൈവ് ക്ലാസ്സിൽ നിങ്ങൾ ഉണ്ടാവണം. ഞാൻ ഷുവർ ക്വസ്റ്റ്യനുമായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്കെല്ലാം ലൈവിൽ കാണാം കേട്ടോ.